ചോദ്യം: ഭീഷ്മർ ധർമ്മോപദേശം നൽകാൻ മാത്രം ജ്ഞാനിയായിരുന്നെങ്കിൽ അധർമ്മം ജയിക്കാനായി യുദ്ധം ചെയ്തത് എന്തിന്? നല്ലൊരു ചോദ്യമാണ്. ഭീഷ്മർ അധർമ്മം ജയിക്കാനായിട്ടാണല്ലോ യുദ്ധം ചെയ്തത്, ദുര്യോധനനെയും കർണനെയൊക്കെ ജയിപ്പിക്കാനാണല്ലോ യുദ്ധം ചെയ്തത് എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഒന്ന് എടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, എന്താണ് എന്നുള്ളത്. ഭീഷ്മർ സത്യത്തിൽ അധർമ്മം ജയിക്കാനായിട്ട് യുദ്ധം ചെയ്തുവോ? ഇല്ല എന്നുള്ളതാണ്. ഭീഷ്മരുടെ ശപഥം എന്തായിരുന്നു? ഞാൻ ഹസ്തിനപുരത്തിനെ രക്ഷിക്കാം എന്നാണ്. ഹസ്തിനപുരത്തിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഹസ്തിനപുരം ഭരിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്നാലേ ഹസ്തിനപുരത്തിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ഭരണാധികാരികൾക്ക് എതിരായിട്ടൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവർ ശത്രുക്കളാണ്. അതാണ് നിയമം. അപ്പൊ ഹസ്തിനപുരത്തിനെ സംരക്ഷിക്കാം എന്നൊരു ശപഥം നിറവേറ്റാനാണ് ഭീഷ്മർക്ക് ആ ഭാഗത്ത് നിൽക്കേണ്ടി വന്നത്. അതൊരിക്കലും അധർമ്മം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല. ഭീഷ്മർ അങ്ങനെ ഒരു ശപഥം ചെയ്തിരുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യം കൊണ്ട് ആ സമയത്ത് അവിടെ ഭരിച്ചത് കൗരവരായിപ്പോയി. ധൃതരാഷ്ട്രം കൗരവരൊക്കെയാണ്. അവരാണെങ്കിൽ അസ്വാർത്ഥരും അധർമ്മികളുമാണ്. അപ്പൊ ന്യായമായിട്ടും അവരുടെ സൈഡിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ശത്രുപക്ഷത്ത് വരുന്നവർ ധാർമ്മികരായിരിക്കും. അവിടെയാണ് ഈ പ്രശ്നം വന്നത്. ഭീഷ്മരുടെ യുദ്ധം നമ്മൾ കാണേണ്ടത് ആ വിധത്തിലാണ്. ഒരു ശപഥത്തിൽ കുടുങ്ങിപ്പോയ ആളാണ്. രാജ്യത്തെ സംരക്ഷിക്കുക എന്ന ശപഥം ഉണ്ടായി, അതിൽ കുടുങ്ങിപ്പോയി. അത് കാരണം ഭരണകർത്താക്കളുടെ കൂടെ വന്നു. പക്ഷെ നമ്മൾ മഹാഭാരതം വായിക്കുമ്പോൾ ഭീഷ്മർ പല പ്രാവശ്യം ധൃതരാഷ്ട്രയും ദുര്യോധനൊക്കെ ഉപദേശിക്കുന്നുണ്ട്, ഇതൊന്നും ശരിയല്ല. ഈ അധാർമികമായ പ്രവൃത്തികളൊക്കെ നമ്മളെ സ്ഥിരമായിട്ട് ദുഃഖത്തിലേക്ക്, സർവനാശത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരാരത് കേൾക്കാൻ തയ്യാറല്ല. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ധർമ്മം ജയിക്കണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യൻ, അതാണ് ഭീഷ്മര്. അങ്ങനെ പെട്ടുപോയ ഒരാള്. അത് ഭീഷ്മര് ആശംസിക്കുന്ന അർജുനും പാണ്ഡവരൊക്കെയാണ്. വിജയ് ഭവ എന്ന് അവരോടാ പറഞ്ഞത്. ദുര്യോധനൻ ചെന്നപ്പോൾ പോലും പറഞ്ഞു, എവിടെയാണോ ധർമ്മം അവിടെ വിജയിക്കട്ടെ എന്നാണ് ദുര്യോധനന് കിട്ടിയ ഉപദേശം ഗാന്ധാരിയുടെ അടുത്ത്. അപ്പം മഹാഭാരതം മുഴുവൻ അതാണല്ലോ, ധർമ്മത്തിന്റെ കഥയാണ്. ഇപ്പൊ ഭീഷ്മര് പാണ്ഡവരെയും പ്രത്യേകിച്ച് അർജുനോടൊക്കെ അവരെയാണ് ആശംസിച്ചത് എന്നുകൂടി ആലോചിക്കണം. ഓപ്പോസിറ്റ് ശത്രുക്കളെ ആണ്. യുദ്ധം തുടങ്ങുമ്പോഴും അർജുനൻ ആദ്യമായിട്ട് വന്ദിക്കുന്നത് ഭീഷ്മരെയാണ്. അത് നല്ല രസമുള്ള ഒരു ഭാഗമാണ്. ആദ്യത്തെ അമ്പ് ഭീഷ്മരുടെ പാദത്തിലേക്ക് അയച്ചു എന്നാണ്. അത് വന്ദനാണ്, ഗുരുവന്ദനം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭീഷ്മരുടെ മനസ്സ് പാണ്ഡവരുടെ കൂടെയായിരുന്നു. ധർമ്മം അവിടെയാണ് എന്നറിയാം. അതിലേറെ ശ്രീകൃഷ്ണൻ അവിടെയാണെന്നറിയാം. അത് ഭീഷ്മരുടെ സ്തുതിയിൽ പിന്നെ പറയുന്നുണ്ട്, കൃഷ്ണൻ ഇവിടെയാണല്ലോ നിൽക്കുന്നത് എന്നുള്ളത്. ഈ വിവരം ദുര്യോധനന് പറയാം. ഭീഷ്മര് പകുതി മനസ്സോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത്. കാരണം മനസ്സുകൊണ്ട് അർജുനോടാണ് താല്പര്യം. അത് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ ഭഗവത്ഗീത തുടങ്ങുന്ന സമയത്ത് ദുര്യോധനൻ ചാടി ഇറങ്ങി വന്നിട്ട് ഭീഷ്മരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഭഗവാൻ ഞങ്ങളുടെ ഭാഗത്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ അറിയാം. അപ്പൊ ഭീഷ്മര് ഒരിക്കലും അധർമ്മത്തിന്റെ ഭാഗത്തായിരുന്നില്ല. പിന്നെ ഭീഷ്മരുടെ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പ്രതീകങ്ങളല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഭീഷ്മര് നമ്മളുടെ പ്രതിനിധിയാണ്. നമ്മൾ തന്നെയാണ് ഭീഷ്മര്. ശരിയും തെറ്റും അറിയാം, പക്ഷേ അവനവന്റെ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അവനവന്റെ ചിന്താശൂന്യമായ കെണിയിലോ പെട്ടുപോയി, അല്ലെങ്കിൽ ശാഠ്യബുദ്ധിയിൽ പെട്ടുപോയി. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്ന് അറിയാമെങ്കിലും ചെയ്യേണ്ടത് ചെയ്യാനാവാതെ നിന്നു പോകുന്ന ആൾക്കാർ നമ്മളൊക്കെ തന്നെ. പലപ്പോഴും അങ്ങനെ പല പ്രശ്നത്തിലാണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം. പലരും പിന്നെ ഈ കഥാപാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് വിമർശിക്കുമ്പോൾ കഥാപാത്രം ഓരോ മനോഭാവമാണ്, ഇല്ലെങ്കിൽ ഓരോ ആദർശമാണ്, അതിനൊക്കെ ഒരു സാകാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാകാരം എന്ന് പറഞ്ഞാൽ രൂപം കൊടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടോ? ഇപ്പൊ ഈ ഫിലോസഫി മുഴുവൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു കഥാപാത്രം ഇല്ലാതെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര ആൾ ഓർമ്മിക്കും? ഇപ്പൊ തന്നെ നമ്മൾ എത്ര ഉപനിഷത്ത് ക്ലാസ്സുകൾ കഴിഞ്ഞു. കഠോപനിഷത്ത് കഴിഞ്ഞു, തൈത്തിരീയ ഉപനിഷത്ത് കഴിഞ്ഞു, ഭഗവത്ഗീത ഒരു വട്ടോ 2 വട്ടോ ഒക്കെ കഴിഞ്ഞു. എത്ര പേർക്ക് തത്വം ഓർമ്മയുണ്ട്? ഇല്ല. അതേസമയം ഭീഷ്മരെ നമുക്ക് ഓർമ്മയുണ്ട്, പാണ്ഡവരെ ഓർമ്മയുണ്ട്, കൗരവരെ ഓർമ്മയുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഥാപാത്രങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കഥാപാത്രത്തിനെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ അവരുടെ ചെയ്തികൾ ഓർമ്മയുണ്ടാവും. ഇത് ടീച്ചിങ്ങിന്റെ ഒരു ടെക്നിക്കാണ്. അപ്പൊ അവിടെ കഥാപാത്രത്തിനല്ല പ്രാധാന്യം, ആ കഥാപാത്രം നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കണം. പ്രത്യേകിച്ച് ഈ ശാസ്ത്രത്തിനെയൊക്കെ വിമർശിക്കുന്നവർ ഈ കഥാപാത്രങ്ങൾ എടുത്ത് വെച്ചിട്ട് വിമർശിക്കാം. നമ്മളുടെ കഥാപാത്രങ്ങളൊന്നും 100% പെർഫെക്റ്റ് കഥാപാത്രങ്ങൾ ആരുമില്ല. ദൈവം അവതാരം എടുത്ത് വന്നപ്പോൾ പോലും അതിൽ പോലും കുറ്റങ്ങൾ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവരുടെ ടോട്ടലി അവർ തന്നൊരു സന്ദേശം എന്തായിരുന്നു? അതാണ് വേണ്ടത്. ധർമ്മത്തിനെതിരായിട്ട് അവരൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത്. ഓരോ സാഹചര്യത്തിൽ അവരെങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നോക്കണം. അത് ആ സന്ദേശം പറയാനാണ് അവതാരങ്ങൾ വരുന്നത്. അപ്പൊ ആ സന്ദേശം വ്യക്തമാക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ പറയുമ്പോൾ ആ സാഹചര്യം ഒക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിനൊക്കെ ഓരോ രൂപം നൽകി പറയുന്നു. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ചാണ് പഠിക്കുന്നത്, ഞാൻ എന്നെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്നവനായിട്ടും കേൾക്കുന്നവനായിട്ടും ഒക്കെ ഞാൻ തന്നെയാണ്. ആ വിധത്തിൽ നോക്കിയാൽ അതിൻ്റെ തത്വങ്ങളും മനസ്സിലാവുള്ളൂ. ചരിത്രമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടു, അവിടെ കുടുങ്ങിപ്പോവും. മതഗ്രന്ഥമല്ലല്ലോ ഇതൊന്നും, ധാർമ്മിക ഗ്രന്ഥങ്ങളല്ലേ. ഒരു ബൈബിൾ പോലെയോ ഖുറാൻ പോലെയോ മതഗ്രന്ഥമാണെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മതവിശ്വാസികൾക്ക് അതൊരു വലിയ സംഭവമാണ്, വലിയ പ്രശ്നമാണ് അവർക്ക്. അവരുടെ വിശ്വാസാകെ തകർന്നു പോവാണ്. ഇത് ധർമ്മഗ്രന്ഥമാണ്. ധർമ്മഗ്രന്ഥമാകുമ്പോൾ പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ചും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് രൂപങ്ങളിലൂടെ ആണെങ്കിലും. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഭീഷ്മൻ നമ്മളുടെ പ്രതിനിധിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അത് പലപ്പോഴും നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിൽ പറയുന്ന ഒരു ചോദ്യമാണ്, എന്നാലും ഒന്ന് വായിക്കാം. ഉത്തരായണത്തിൽ മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണല്ലോ ഭീഷ്മരുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആത്മജ്ഞാനികൾ എല്ലാവരും ഉത്തരായണത്തിലല്ലേ സമാധിയാകേണ്ടത്? പക്ഷെ പലരും മരിച്ചത് ഉത്തരായണത്തിലല്ല. അതിനെന്താണ് കാരണം? നല്ല ചോദ്യം. സമാധിയും മരണത്തിനും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. സമാധി പക്ഷേ നമ്മുടെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധി ആയി എന്നാ പറയാം. സ്വാമിമാരും ഇവരൊക്കെ ജ്ഞാനികളും സമാധി ആയി എന്നാ പറയാം. മരിച്ചതിന് വ്യത്യാസമുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ ധ്യാനത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്, മരിക്കലല്ല. എനിവേ ഇവിടെ മരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഉത്തരായണം വരെ കാത്തു നിൽക്കണോ മരിക്കാൻ? ഭീഷ്മർ ഉത്തരായണം കാത്തു നിന്നു, ഇച്ഛാമൃത്യുവായിരുന്നു. അതുകൊണ്ട് ഉത്തരായണം വരെ ശരശയിൽ എത്ര ദിവസം കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തരായണം ദക്ഷിണായനം എന്താണ് എന്ന് നോക്കാനുണ്ട്. ഉത്തരായണം കലണ്ടറിലുള്ള ഉത്തരായണമല്ല. മകരമാസം 1-ാം തീയതി മുതൽ ഉത്തരായണം തുടങ്ങി എന്ന് പറയുന്ന ആ ഉത്തരായണമല്ല ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഉത്തരായണം. കാലം എന്നത് ഭഗവത് രൂപമാണ്. അപ്പൊ അതിൽ പിന്നെ നല്ലതും ചീത്തയൊന്നും വരാനില്ല. അപ്പൊ പിന്നെ ഇവിടെ ഉത്തരായണം എന്തിനായിരിക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ ജീവിതത്തില് 2 വിധം മാർഗമുണ്ട് എന്നാണ്. 2 നിഷ്ഠകളുണ്ട്. ശ്രേയോ മാർഗവും പ്രേയോ മാർഗവും. ശ്രേയോ മാർഗം എന്ന് പറഞ്ഞാൽ മുക്തിയിലേക്കുള്ള മാർഗം, നിവൃത്തി മാർഗം എന്ന് പറയും. മോക്ഷത്തിലേക്കുള്ള മാർഗം, അതിനാണ് ശ്രേയോ മാർഗം എന്ന് പറയും. മറ്റേത് പ്രയോ മാർഗമാണ്, പ്രവൃത്തിയിൽ കുടുങ്ങിപ്പോകുന്ന മാർഗം, കർമ്മചക്രത്തിൽ കുടുങ്ങിപ്പോകുന്ന മാർഗം. അത് പ്രയോ മാർഗമാണ്, പ്രവൃത്തി മാർഗം എന്ന് പറയും. ഇപ്പം നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോഴും
ഉപനിഷത്ത് പഠിക്കുമ്പോഴൊക്കെ അത് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ രണ്ട് മാർഗങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഈ ശ്രേയോ മാർഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ ഇത് കാണാം. പറയുന്നത് അഗ്നി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായണം ഇതൊക്കെ ശ്രേയോ മാർഗമാണ്, മുക്തിമാർഗത്തിന്റെ പ്രതീകങ്ങളാണ്. ഒക്കെ വെളിച്ചം തരുന്നു, നോക്കിയാൽ അറിയാം. അഗ്നി, പകൽ, ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ കറുത്ത വാവുന്ന് വെളുത്ത വാവിലേക്ക് ചന്ദ്രൻ വലുതായി വരുന്ന ഭാഗം, ഉത്തരായണം ഇതൊക്കെ ശ്രേയോ മാർഗത്തിന്റെ പ്രതീകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ധൂമം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം ഇതൊക്കെ പ്രവൃത്തി മാർഗം ആണ് എന്ന് പറഞ്ഞാൽ കർമ്മചക്രത്തിൽ കുടുങ്ങിപ്പോകുന്നതിന്റെ പ്രതീകമാണ്. അപ്പോൾ ഭീഷ്മര് ഉത്തരായണം കാത്തു കിടന്നു എന്ന് പറഞ്ഞാൽ കലണ്ടറിലെ തീയതി അല്ല നോക്കേണ്ടത്, ശ്രേയോ മാർഗത്തിനായിട്ട് കാത്തിരുന്നു, മുക്തിക്കായിട്ട് കാത്തിരുന്നു. ഒരു ജ്ഞാനിക്ക് ദേഹബോധത്തിൽ നിന്ന് ഉള്ള മുക്തിയുടെ കാലം അതാണ് ഉത്തരായണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യനും ഇച്ഛാമൃത്യുവാണ്. നമുക്ക് ഈ മാർഗത്തിലേക്ക് മാറാൻ സാധിക്കും. എപ്പം മരിക്കും എന്നുള്ളതല്ല, ഞാൻ എപ്പോൾ ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് മാറും, അല്ലെങ്കിൽ ആ പാത തെരഞ്ഞെടുക്കും, ഇതാണ് ഉത്തരായണത്തിലേക്ക് മാറുന്നത്. ഇതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട്. ഇച്ഛാമൃത്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന് നമ്മൾ ഇഷ്ടമുള്ളപ്പോൾ മരിക്കുക എന്നുള്ളതല്ല അർത്ഥം. ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, തെരഞ്ഞെടുക്കലാണ്. ഇവിടെ തന്നെ ഇങ്ങനെ കുടുങ്ങി നിൽക്കാനാണ്, സംസാരത്തിൽ തന്നെ കുടുങ്ങി നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാവാം. അല്ല, ഏതായാലും വന്നു പെട്ടു, എന്നാൽ ഇനിയിപ്പോൾ കിട്ടിയ അവസരത്തിൽ രക്ഷപ്പെടട്ടെ എന്നാണ് വിചാരിക്കുന്നെങ്കിൽ അങ്ങനെയാവാം. രണ്ട് വിധത്തിലാണ്. അപ്പോൾ ഇവിടെ മൃത്യു ദേഹത്തിന്റെ മരണമല്ല, ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള മാറ്റമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ ജ്ഞാനികൾ മരിക്കുന്നത് ഉത്തരായണത്തിലല്ലല്ലോ എന്ന് നമ്മൾ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ ദേഹത്തിന്റെ നാശം എപ്പോഴായാലും പ്രാരബ്ധം അവസാനിക്കുമ്പോൾ അത് സംഭവിക്കും. അതിൽ കാലം നോക്കേണ്ടതില്ല. കാരണം അവർ എപ്പോഴും മുക്ത അവസ്ഥയിലാണ്. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുക്തി നേടേണ്ട ആവശ്യമില്ല. ആത്മജ്ഞാനികൾ ഉദ്ദേശിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാണ്ട്, പലരും കളിയാക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമ്മൾ അറിയണം, നമ്മൾക്ക് ഋഷിമാർ പറഞ്ഞു തന്നിരിക്കുന്നത് ആ വിധത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ സുഖം, ദുഃഖം മുതലായ സംസാര അനുഭവങ്ങളൊക്കെ കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. കാര്യം, കാരണം രണ്ട് വിധത്തിൽ പറഞ്ഞു. കാരണം എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു ആശ്രയ വസ്തു ഉണ്ട്. അപ്പം സ്വർണ്ണാഭരണങ്ങളൊക്കെ കാര്യമാണെങ്കിൽ സ്വർണം അതിൻ്റെ കാരണമാണ്, ആശ്രയ വസ്തു എന്നാ പറയാം. സ്വർണ്ണാഭരണത്തിൽ നിന്ന് സ്വർണം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആഭരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സകല അനുഭവങ്ങളെയും കാര്യമായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ആശ്രയ വസ്തുവായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാരണമായിട്ടിരിക്കുന്നത് കർമ്മമാണ്. അപ്പോൾ കർമ്മം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സുഖം, ദുഃഖം മുതലായ അനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടാം. കർമ്മം ഇല്ലാണ്ടാവണം. കർമ്മം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ജീവനുള്ളതിൻ്റെ ലക്ഷണമാണ് കർമ്മം. അപ്പോൾ കർത്തൃത്വം, ഭോക്തൃത്വം, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ബോധത്തിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കർമ്മം ചെയ്യാതെ ചെയ്യാം. താനൊന്നും ചെയ്യാതെ സർവം ചെയ്തിടുന്നു ദീനദയാലോ തൊഴുന്നേൽ നിന്ന്. അങ്ങനെയാണ്. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. ആ നൈഷ്കർമ്മ്യ സിദ്ധി പറയും. ആ അവസ്ഥയിലേക്കാണ് എത്തേണ്ടത്. കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്താൽ സുഖ ദുഃഖാദി അനുഭവങ്ങളിൽ നിന്ന് മുക്തരാകാം എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ നിന്ന് മുക്തരാവാം. ഇതൊക്കെ തിയറി നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ അനുഭവം വരുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. ഞാൻ ഇപ്പോൾ എൻ്റെ കർമ്മത്തിനെ എൻ്റെ അനുഭവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഓർമ്മ വരേണ്ടത്. അല്ലാതെ എനിക്കെന്തിനാണ് സുഖം, എനിക്കെന്തിനാണ് ദുഃഖം എന്നല്ല. ഇതിനൊരു ആശ്രയമുണ്ട്.
ഞാൻ കാണാത്തൊരു ഭാഗം ഈ അനുഭവത്തിനുണ്ട്, അത് കർമ്മമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഇനി ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ തന്നെ, അതായത് ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത്, ഇത് എവിടുന്ന് വരുന്നു? ഇത് അഹങ്കാരത്തിൽ നിന്ന് വരുന്നു. അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഹങ്കാരം ഉള്ളിടത്തോളം കാലം കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടാകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ എന്ന് പറയുന്നത് കാര്യവും അഹങ്കാരം കാരണവുമാണ്. ഇപ്പൊ നമ്മൾ വേദാന്തം കേൾക്കുമ്പോൾ ഇത്തിരി ബൗൺസർ പോകും, ചിലപ്പോൾ ബോറടിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ ഇതാണ് അറിയേണ്ടത്. ആധ്യാത്മികമായ ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിക്കുന്നത് ഇതിനെ ജീവിതത്തിന് അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സത്യം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ കാര്യമാണെങ്കിൽ അഹങ്കാരം കാരണമാണ് എന്ന് പറഞ്ഞാൽ ഈ മനോഭാവത്തിൽ നിന്ന് അഹങ്കാരത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതായത് അഹങ്കാരമുക്തി സാധ്യമായാൽ സംസാരമുക്തി സാധ്യമാവും. അപ്പൊ അഹങ്കാരമുക്തിയാണ് വേണ്ടത്. നമ്മളിപ്പോ ഈ പൂജ ചെയ്യുന്നതും സ്വാധ്യായം ചെയ്യുന്നതും തീർത്ഥയാത്ര ചെയ്യുന്നതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനു പകരം നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാൽ ഞാൻ അവിടെ പോയി വന്നു എന്നുള്ള കേമത്തിലായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന പൂജ ചെയ്തു എന്നുള്ള കേമത്തിൽ. ഞാൻ ഗുരുവായൂർ പോയിട്ട് ഉദയാസ്തമന പൂജ ചെയ്തു, എത്രയോ വർഷം കാത്തുകണ്ട്. കാടാമ്പുഴ പോയിട്ട് പൂമൂടൽ ചെയ്തു, കുറെ ആൾക്കാരോട് പറഞ്ഞു. അത് ഒരു കേമം, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ യഥാർത്ഥ ഫലം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഈ സ്ഥിതിയിലേക്ക് അത് എത്തിയിട്ടില്ല. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിടത്തേ പ്രശ്നമാണ്. അതൊരു അഹങ്കാരം വർദ്ധിക്കാനാണ് പ്രയോജനപ്പെടുന്നെങ്കിൽ അതുകൊണ്ട് മുക്തി സാധ്യമാവില്ല. എന്നാൽ ചെയ്ത പൂജയുടെ ഫലം കിട്ടുമായിരിക്കും, പക്ഷെ മുക്തി എന്ന തലത്തിലേക്ക്, സംസാര നിവൃത്തി എന്ന തലത്തിലേക്ക് അത് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതാലോചിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിലെ അഹങ്കാരം അല്ലെങ്കിൽ അജ്ഞാനനാശത്തിനായിട്ട് വേണം പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അഹങ്കാരമുക്തിയാണ് വേണ്ടത്. അപ്പോഴേ സംസാരമുക്തി ഉണ്ടാവുള്ളൂ. സംസാരമുക്തി എന്ന് പറഞ്ഞാൽ അഹങ്കാരമുക്തി, ഇത് രണ്ടും എപ്പോഴും ഓർമ്മ നിൽക്കണം. കുറേ പുസ്തകം പഠിച്ചുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടോ കാര്യമില്ല. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ, ഇതെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ തന്നെ നീങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം അഹങ്കാരം ഉള്ളിടത്തോളം കാലം സംസാര അനുഭവമുണ്ട്. സുഖദുഃഖം, ലാഭം നഷ്ടം, ഈ വക അനുഭവങ്ങൾ അഹങ്കാരം ഉള്ളിടത്തോളം കാലമുണ്ട്. അഹങ്കാരം ഉള്ളിടത്തോളം കാലമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഞാൻ ദേഹമാണ് എന്ന ബുദ്ധി ഇരിക്കുന്നിടത്തോളം കാലം സംസാരാനുഭവമുണ്ട്. അതാണല്ലോ അഹങ്കാരം. അപ്പൊ ഞാൻ ദേഹമാണ് എന്ന ദേഹബുദ്ധി ഉള്ളിടത്തോളം കാലം സംസാര അനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വരൂപ വിസ്മൃതി ഉണ്ട് എന്ന് പറയാം. സ്വരൂപ വിസ്മൃതി എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്, ഞാൻ ആനന്ദമാണ് എന്ന ബോധം മറന്നുപോയി, ഇല്ലാണ്ടേ. അതിനാണ് സ്വരൂപ വിസ്മൃതി. കാരണം എന്താണ്? ഞാൻ ദേഹമാണ് എന്ന ബോധത്തിലാണ് ഇരിക്കുന്നത്. അതിന് തന്നെയാണ് അഹങ്കാരം പറയാം. അപ്പോൾ ദേഹബോധത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ ദേഹബോധം മാറാൻ, അതായത് അഹങ്കാരനാശം വരണമെങ്കിൽ ഒരേ ഒരു മാർഗമേ പറഞ്ഞിട്ടുള്ളൂ, ഹരിഭക്തി. അതാണ് ഭാഗവതം പറയുന്നത്. ഹരിഭക്തി കൊണ്ട് മാത്രമേ അഹങ്കാരനാശം സാധിക്കുന്നുള്ളൂ. ആ റൂട്ട് നോക്കണം, എവിടുന്ന് തുടങ്ങി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ ഋഷിമാരങ്ങനെ പടിപടിയായിട്ട് നമ്മളെ കൈ പിടിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് കയറ്റി കൊണ്ടുപോകുന്നത് പോലെ ഒറ്റയടിക്ക് വന്നിട്ട് ആ ഹരിഭക്തിയാണ്ട്ടോ വേണ്ടത്, എന്നാലേ മുക്തി കിട്ടുള്ളൂ പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരണം. അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറി പോകുന്നത് പോലെ നമ്മൾ കൊച്ചു കുട്ടികൾ മുതിർന്നവരെ കൈ പിടിച്ച് പോയില്ലേ, അതുപോലെ കൊണ്ടുപോകണം. ഇപ്പം ഭഗവത്ഗീതയുടെ ക്ലാസ്സിലാണ് നമ്മൾ ഗീതാ മാതാവിനെ അങ്ങനെ അമ്പത്വാം അനുസന്തതാമി ഭഗവത്ഗീതയെ ഭഗവദ്ദേശിണിയും പറയില്ലേ. അപ്പം അമ്മയുടെ കൈ പിടിച്ചാൽ നടക്കണം. അതുപോലെ ഇവിടെ ഭാഗവതം നമുക്ക് പറഞ്ഞിരുന്നു, വ്യാസമഹർഷി കഥാപാത്രങ്ങളിലൂടെ തത്വങ്ങൾ പറയുന്നു. അപ്പോൾ ആ വഴിക്ക് നമ്മൾ നടക്കണം, എന്നാൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ. ഹരിഭക്തിയാണ് വേണ്ടത് എന്നാണ് ഭാഗവതം പറയുന്നത്. എന്താണ് ഹരിഭക്തി എന്ന് നമ്മൾ മുമ്പ് കണ്ടു. ജ്ഞാനത്തിൽ ഉറച്ച കർമ്മമാണ് ഹരിഭക്തി. ആത്മജ്ഞാനത്തിൽ ഉറച്ച
കർമ്മം ചെയ്യാം. കർമ്മകുശലത എന്ന് പറയും. യോഗകർമ്മസു കൗശലം എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. കർമ്മത്തിലെ കൗശലമാണ് യോഗം എന്ന് പറഞ്ഞാൽ മുക്തി എന്ന് പറയുന്നുണ്ട്. ഞാനല്ല ചെയ്യുന്നത്. ഭഗവാൻ എന്താ പറയുന്നത്? നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഈ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഭഗവാന്റെ കയ്യിലെ ഉപകരണം പോലെ ജീവിക്കണം എന്നാണ്. പൂർണ്ണ സമർപ്പണത്തോടെയുള്ള കർമ്മം, അതാണ് ശരിക്ക് ജ്ഞാനത്തിൽ ഉറച്ച കർമ്മം. അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല. കർമ്മം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മത്തിന് സാക്ഷിയാവുക, കർമ്മസാക്ഷി. അഹങ്കാരം ചേരുമ്പോഴേ കർമ്മമാവുന്നുള്ളൂ. അഹങ്കാരം ചേർന്നില്ലെങ്കിൽ നൈഷ്കർമ്മ്യായി. നൈഷ്കർമ്മ്യ സിദ്ധി എന്നാ പറയാം. നമ്മൾ കർമ്മയോഗത്തിൽ, ഭഗവത്ഗീത ക്ലാസ്സിൽ കർമ്മയോഗത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റാം. അഹങ്കാരമില്ലാതെ അവനവനും പൊതുവായി എല്ലാവർക്കും നന്മ വരുന്ന വിധത്തിൽ ഈശ്വരാർപ്പണമായി നിസ്വാർത്ഥമായി അഹങ്കാരമില്ലാതെ കർമ്മം ചെയ്യാം. അപ്പോൾ ഈ ഭീഷ്മരുടെ വാക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഭീഷ്മർ പറയുന്നത്. ഈ കർമ്മ സിദ്ധാന്തം പിന്നെ ദേഹബോധത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ഒക്കെ അറിവുണ്ടെങ്കിലും പലപ്പോഴും സാഹചര്യത്തിൽപ്പെട്ട് അവശരായി പോകുന്ന മനുഷ്യരുടെ സ്ഥിതി, ചിന്താശൂന്യമായ തീരുമാനങ്ങളെടുത്ത് അത് തിരുത്താൻ ശ്രമിക്കാത്ത ഷാഢ്യബുദ്ധിയുടെ സ്ഥിതി, ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് ഭീഷ്മർ. എന്ന് പറഞ്ഞാൽ ഭീഷ്മർ ഒരു ചരിത്ര പുരുഷനല്ല, ഹിസ്റ്ററിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. ഭീഷ്മർ നമ്മളൊക്കെ തന്നെയാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയല്ലേ? നോക്കിക്കഴിഞ്ഞാൽ കർമ്മത്തിൽ മുഴുവൻ ഞാൻ ചെയ്തു, ഞാൻ അനുഭവിച്ചു എന്നും പറഞ്ഞാൽ പെട്ടു. ഇങ്ങനെ ആവില്ല എന്ന് നമ്മൾ വിചാരിക്കും. അഹങ്കാരം പാടില്ല എന്ന് എത്രയോ പ്രാവശ്യം കേൾക്കുന്നുണ്ട്. എനിക്കൊരു അഹങ്കാരം ഇല്ല എന്ന് പറയണതിൻ്റെ അഹങ്കാരമാണ് കൂടുതൽ. എന്നിട്ട് ദേഹബോധത്തിലും ഒക്കെ കുടുങ്ങി നമ്മളങ്ങനെ പെട്ടിരിക്കുകയാണ് കർമ്മത്തിൽ മുഴുവൻ. ഏതാ ശരിയെന്നറിയാം, പക്ഷേ ഈ കെട്ടുപാട് കുടുങ്ങിയിട്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പല തീരുമാനങ്ങളും തെറ്റാണെന്നറിയാം, അത് തിരുത്താൻ ശ്രമിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ഭീഷ്മർ. ഭീഷ്മരുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഭീഷ്മർ എവിടേക്കാണ് ഇങ്ങനെ പെട്ടുപോയത് നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. പിതാവിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിക്കുക, അല്ലേ? പിതാവിനെ അനുസരിക്കുക, പിതാവിന് വേണ്ടി ത്യാഗം സഹിക്കുക, ഇതൊക്കെ ധർമ്മമാണ്, പുത്രധർമ്മത്തിൽ പെട്ടതാണ്. നമ്മൾ രാമായണം വായിക്കുമ്പോഴൊക്കെ കാണും ഇത്. പിതാവിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, പിതൃദേവോഭവ എന്നാണ്. പക്ഷേ ഈ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ അധാർമികമാണെങ്കിലോ? ഭീഷ്മർ ത്യാഗം ചെയ്യാനും അനുസരിക്കാനും പ്രതിജ്ഞ എടുക്കാനുള്ള ഒരു സാഹചര്യം നോക്കിയാൽ അറിയാം. പിതാവിൻ്റെ അനാവശ്യമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അതനുസരിക്കാൻ പോയതാണ് പ്രശ്നമായത്. അധാർമികമായ ആഗ്രഹങ്ങൾ അത് സാധിക്കാൻ പോകുമ്പം അനുസരണ എന്നുള്ളത് അത് പുത്രധർമ്മമല്ല. ആ സമയത്ത് പിതാവിൻ്റെ അധർമ്മത്തിന് കൂട്ടുനിൽക്കലാണ്. ഇപ്പം തന്നെ പലപ്പോഴും പല തീവ്രവാദികളും ചെയ്യുന്നത് ഇതൊക്കെ തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ആണ് അവിടെയും ഇവിടെയും പോയി പൊട്ടിത്തെറിച്ച ആളെ കൊല്ലുന്നത്. അതാണ് ധർമ്മം എന്ന് അവരുടെ വിചാരം. അതിൻ്റെ ഒരു പരിണത ഫലത്തിനെ കുറിച്ച് കൂടുതൽ മുന്നോട്ട് ചിന്തിക്കുന്നില്ല. അവിടെയാണ് ഇവിടെയും പറ്റിപ്പോയത് അതൊക്കെ തന്നെയാണ്. പിതാവിൻ്റെ അധർമ്മത്തിന് കൂട്ടു നിൽക്കാൻ പോയി. പിതാവിനോടുള്ള മമതയാണ് പ്രശ്നം അവിടെ. ഞാനെന്നും എൻ്റേതും എന്നുള്ളത്. അവിടുന്നാണ് ഭീഷ്മർ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ ഒരു വ്രതം എടുത്തത്. കഥയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാരണം വിശദമായിട്ട് പോകുന്നില്ല അതിലേക്കാണ്. കാരണം അത് മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട, നമുക്ക് ഭാഗവതത്തിലേക്കാകുമ്പോൾ അതിൻ്റെ ആ ഒരു തത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കാം. ഇനി ഈ ബ്രഹ്മചര്യ വ്രതം എടുത്തതല്ലേ ഹസ്തിനപുരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാരണം. ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. നേരത്തെ ഒന്ന് ചിന്തിച്ചിട്ട് അച്ഛാ ഈ ചെയ്യണമൊന്നും ശരിയല്ല കേട്ടോ എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്തില്ല. പിതൃദേവോ ഭവ എന്ന വാക്ക് പഠിക്കുമ്പം പിതാവിനെ അല്ലെങ്കിൽ അച്ഛനെ ദേവനെ പോലെ ആരാധിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന് വേറൊരു വശം കൂടിയുണ്ട്. പിതാവ് ദേവനെ പോലെ ആവണം. അതുകൊണ്ട്
മക്കൾ എന്നെ ആദരിക്കണം എന്നുള്ളതൊരു അവകാശമല്ല. ആദരിക്കപ്പെടുന്ന വിധത്തിലേക്ക് അച്ഛനമ്മമാർ മാറേണ്ടതുണ്ട്. ഇതൊരു വലിയ സൂചനയാണ്, വലിയൊരു ഉപദേശമാണ്. പലർക്കും കുട്ടികളെക്കുറിച്ച് കംപ്ലൈൻറ്റ് വരുമ്പം ഇതൊക്കെ നമ്മൾ ആലോചിക്കാനുണ്ട്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിന് പോലെ അത് വന്നു ചേരുന്നുണ്ടോ അതോ ഞാൻ ചോദിച്ചു വാങ്ങണോ എന്നുള്ളതാണ്. അനുസരണയും പിന്നെ എന്താ പറയുക, ബഹുമാനമൊക്കെ. പിതാവിന് അഥവാ ആസുരിക ബുദ്ധിയാണ് ഉള്ളതെങ്കിൽ ആ ആസുരിക ബുദ്ധിയെ, പിതാവ് അസുരനാണെങ്കിൽ ആ ആസുരിക ബുദ്ധിയെ ഇല്ലാണ്ടാക്കലാണ് പുത്രധർമ്മം. തിരുത്തണം. ഈ തിരുത്തൽ സാധ്യമായാലേ പുത്രൻ പുത്രനായിട്ടിരിക്കുള്ളൂ. അവിടെ തിരുത്താതെ പോയതാണ് ഭീഷ്മർക്ക് പറ്റിയ പ്രശ്നം. തിരുത്തേണ്ടത് തിരുത്തിയില്ല. നമ്മൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എന്തെങ്കിലും ചോദിച്ചാൽ അതാ പറയാം, നിങ്ങൾ ഞാൻ ചെറുപ്പം മുതൽ ഇതാ എൻ്റെ സ്വഭാവം. നമുക്കറിയാം ആ സ്വഭാവം കൊണ്ട് കുടുംബത്തിൽ പല പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. എന്നാലും ഞാൻ മാറില്ല. നമ്മൾ അഹങ്കാരമാണ്. ഞാൻ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനാവില്ല, പിന്നെ പുതിയ ഞാനാവും. അതെനിക്കിഷ്ടമല്ല. എൻ്റെ ഭീഷ്മർ വാശി പിടിച്ചോടെ ഒരു കുടുംബം തകർന്ന് കണ്ടാലും നമ്മൾ മാറില്ല. ഇവിടെ ഇതൊക്കെ പ്രശ്നമുണ്ട് ഒരുപാട്. ഷാഢ്യബുദ്ധി. ഹസ്തിനപുരി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടു, കർമ്മക്ഷേത്രമാണ് ഹസ്തിനപുരി. അധർമ്മം ഭരിക്കുന്ന കർമ്മക്ഷേത്രം. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ആ ഒരു പരിതസ്ഥിതിയിൽ നമ്മൾ ഹസ്തിനപുരിയെ നോക്കുമ്പോൾ അധർമ്മമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മക്ഷേത്രത്തിനെ സംരക്ഷിക്കുക, അല്ലെ ഹസ്തിനപുരിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മക്ഷേത്രത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ അധർമ്മം ഭരിക്കുമ്പോൾ അവിടെ അധർമ്മം ഭരിക്കുന്നതിനെ സംരക്ഷിക്കേണ്ട സ്ഥിതിയിലായിപ്പോയി ഭീഷ്മര്. തിരുത്താമായിരുന്നു. ഞാൻ ഹസ്തിനപുരിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ധർമ്മം നിലനിൽക്കേണ്ട വിധത്തിൽ പ്രവർത്തിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ ഒരു തിരുത്തലുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ തിരുത്താൻ സാധിക്കുമായിരുന്നൊരു പ്രതിജ്ഞ, അത് തിരുത്താത്തതിൻ്റെ ഭവിഷ്യത്താണ് അവിടെ മുഴുവൻ സംഭവിച്ചത്. അതൊരു വലിയ സൂചന നമുക്കുണ്ടത്. തിരുത്തേണ്ടടുത്ത് നമ്മൾ തിരുത്തണം എന്നുള്ളത്. ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ മാറില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കലുണ്ടാവുള്ളൂ. നമ്മൾ ഇത്രയും കാലം അമ്പലത്തിൽ പോയി, ആശ്രമങ്ങളിൽ പോയി, സൽക്കർമ്മങ്ങൾ ചെയ്തു, പലതും ചെയ്തു, ഗുരുവിൻ്റെ ഉപദേശങ്ങൾ കിട്ടി, എല്ലാം കിട്ടി, എന്നിട്ടും ഞാൻ പഴയ പോലെ തന്നെയാണ്, ഞാൻ മാറാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു ബലവുമില്ല. പിന്നെ ഇതൊക്കെ വെറുതെ. അപ്പോൾ ഓരോ ഉപദേശം കിട്ടുമ്പോൾ സാഹചര്യം നോക്കുമ്പോൾ നമ്മളുടെ അറിവിൻ്റെ തലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ വ്യക്തിത്വത്തിനെ മാറ്റേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അധർമ്മത്തെ തന്നെ കുടുങ്ങി നാശം, വീണ്ടും ശരശയ്യയിലേക്ക് തന്നെ വീഴുന്നത്. ഭീഷ്മർ നമുക്ക് ഒരു വലിയ സന്ദേശം തരുന്നുണ്ട്. തിരുത്തേണ്ടത് തിരുത്തണം. രാമായണത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും ഈ തിരുത്തലുകൾ ആവശ്യമാണ്. പക്ഷെ ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ സമർപ്പണ ബുദ്ധി ഉണ്ടായിരുന്നു, ഹരിഭക്തി ഉണ്ടായിരുന്നു, നല്ല ഭക്തനാണ്. അതിനി ഭീഷ്മസ്തുതി നോക്കണം. അതിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നതും ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് ഭീഷ്മരോളം വലിയൊരു ഭക്തൻ വേറെയില്ല. അത്രയും അറിവും ജ്ഞാനവും ഉണ്ട്. അറിവും ജ്ഞാനവും ഉണ്ടായിട്ട് അതിനില്ലാണ്ടാവുന്ന വിധത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് എന്താണ് ഫലം? അതുകൊണ്ട് അപ്പൊ കർമ്മങ്ങളിൽ സമർപ്പണ ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഹരിഭക്തിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ത്യകാലത്ത് ശ്രീകൃഷ്ണ ദർശനം സാധ്യമായി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ചർച്ചയെ കിടക്കുന്നിടത്ത് ശ്രീകൃഷ്ണനും കൂടിയാണ് പോയത്. അവിടെ പാണ്ഡവരോടൊപ്പം ഭഗവാനാണ് പറഞ്ഞത് നമുക്ക് ഭീഷ്മരുടെ അടുത്ത് പോയിട്ട് ഉപദേശങ്ങൾ തേടിയിട്ട് വരാം എന്നുള്ളത്. അപ്പൊ ഭീഷ്മർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ശ്രീകൃഷ്ണൻ ആരാണ് എന്ന് ഭീഷ്മർക്ക് അറിയാം, ശരിക്കും അറിയാം. അത് ആ ഭീഷ്മസ്തുതിയിൽ വരും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് ഭീഷ്മസ്തുതിയിൽ ഓരോ വാക്കിലും ഭക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ അങ്ങനെ നോക്കും, ഭീഷ്മര് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാനെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു. പക്ഷെ സമർപ്പണ ബുദ്ധിയോടുകൂടി യുദ്ധം ചെയ്തു. അത് ഈശ്വര ആരാധനയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ അന്ത്യകാലത്ത് ഭഗവത് ദർശനം, ഈ ദേഹബോധത്തിൽ നിന്ന് മാറുമ്പോൾ ഭഗവത് ദർശനത്തോടുകൂടി മുക്തി നേടി എന്നുള്ളതാണ്. അപ്പൊ പ്രവൃത്തിയേക്കാൾ ഏറെ പ്രവൃത്തിയുടെ പിന്നിലെ മനോഭാവം അത് മുന്നോട്ട് നയിച്ചു എന്നുള്ളതും കൂടിയുണ്ട്.
പ്രവൃത്തിയല്ല കാര്യം. പ്രവൃത്തിയുടെ പിന്നിൽ എന്താണ് മനോഭാവം ഉണ്ടായിരുന്നത്, അതും കൂടി ഭീഷ്മർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭീഷ്മസ്തുതിയെക്കുറിച്ച് നോക്കാം. സ്തുതിയിൽ ഭഗവാനെക്കുറിച്ച് ഭീഷ്മർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. അതിലാണ് ഒരു ഭക്തൻ്റെ ശരിക്കുള്ള മനോഭാവം, കൂടെ നിൽക്കുന്ന രൂപത്തിൽ സ്വരൂപത്തെ എങ്ങനെ കാണാൻ സാധിക്കും. പാണ്ഡവരുടെ ദുഃഖത്തിനൊക്കെ കാരണം ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും ഭഗവാനെ മനസ്സിലായില്ല എന്നുള്ളത് ഭീഷ്മർ ആദ്യം പറയുന്നുണ്ട്. ഭീഷ്മർക്ക് ഭഗവാനെ മനസ്സിലായിട്ട് പോലും ഭഗവാന്റെ അടുത്തേ പോകാൻ പറ്റിയില്ല. അത് അവനവൻ്റെ ശാഠ്യത്തിൽ നിന്നുകൊണ്ട്. രണ്ട് വിധത്തിലുണ്ട് മനസ്സിലാക്കാൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.